Yeah. So animal tissue എന്ന് പറയുന്നത് പ്ലാന്റ് ടിഷ്യൂവിനെ പോലെ അത്ര സിമ്പിൾ ഒന്നല്ല, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. കുറേ ടൈപ്പ് ടിഷ്യൂസ് ഉണ്ട്, പല പല ടൈപ്പ് ടിഷ്യൂസ് ഉണ്ട്. അപ്പൊ വി ഹാവ് എ ലോട്ട് ഓഫ് കോംപ്ലിക്കേറ്റഡ് ആക്ടിവിറ്റീസ് ടു ബി ഡൺ, റൈറ്റ്? അപ്പൊ ടിഷ്യൂസ് നമ്മൾ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, see what are tissues? നമ്മുടെ ശരീരത്തിലെ എല്ലാ കാര്യങ്ങളും സെൽസ് വെച്ചിട്ട് ഉണ്ടാക്കിയേക്കണം. ആ സെൽസ് they join together and perform a synchronous kind of activity. See, you want to achieve something, right? You want to achieve. ഇപ്പൊ പെട്ടെന്ന് ദിയയുടെ മുമ്പിൽ പട്ടി വന്നു എന്ന് വിചാരിച്ചു. അപ്പൊ ദിയക്ക് പട്ടീനെ പേടിയാന്ന് വിചാരിച്ചു. ദിയയുടെ എന്താ സംഭവിക്കുക? ദിയയുടെ ഹാർട്ട് ബീറ്റ് കൂടും. ദിയക്ക് ഓടാൻ തുടങ്ങുമ്പോഴേക്കും ദിയയുടെ ഹാർട്ട് ബീറ്റ് കൂടും. ദിയക്ക് കുറെ കൂടി ഓക്സിജൻ വേണം. ഓക്സിജൻ എന്ത് സംഭവിക്കുക? ആ ഓക്സിജൻ ലങ്സിൽ വന്നിട്ട് ലങ്സിൽ നിന്ന് ബ്ലഡിലേക്ക് വന്നിട്ട് ബ്ലഡിൽ നിന്നും മസിൽസിലേക്ക് വന്നിട്ട് മസിൽസിൽ നിങ്ങൾക്ക് കൂടുതൽ എനർജി വരും. യുവർ ഹാൻഡ്സ് ആൻഡ് യുവർ ലെഗ്സ് ആർ going to have more energy. See, so many things are happening together, right? എന്തൊക്കെയത്? നമുക്ക് ബ്രീത്തിങ് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ ബ്രീത്തിങ് കൂടുതൽ നടക്കുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക? ലങ്സ് ആണ് മൂവ് ചെയ്യണം. ഡയഫ്രം, വയറിന്റെ താഴെയുള്ള ഡയഫ്രം വയറിന്റെ താഴെയുള്ള വയറിന്റെ മുകളിലുള്ള ഡയഫ്രം മൂവ് ചെയ്യാൻ തുടങ്ങും. മസിൽസ് മൂവ് ചെയ്യാൻ തുടങ്ങും. See, muscle is a tissue. Connective ടിഷ്യൂന്റെ ഭാഗമാണ് മസിൽസ്. Blood again is a tissue. See, lot of cells are there which work together. Okay, which work together. ഇപ്പൊ ബ്ലഡിന്റെ ഉള്ളിൽ തന്നെ പല ടൈപ്പ് ടിഷ്യൂസ് ഉണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞു, ഞാൻ ഇപ്പൊ ബ്ലഡ് എടുത്തു എന്ന് വിചാരിച്ചോടാ കുട്ടികളെ, ബ്ലഡിൽ റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്. അതേപോലെ തന്നെ വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്. അതുപോലെ തന്നെ വി ഹാവ് സംതിങ് നോൺ ആസ് ഒരു സ്ട്രോ കളേർഡ് ആയിട്ട് വി ഹാവ് സംതിങ് പ്ലാസ്മ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്, ഇൻ വിച്ച് ഓൾ ദീസ് തിങ്സ് വർക്ക് ടുഗദർ. ഇതിനെ എല്ലാത്തിനെയും കൂടിയിട്ടാണ് നമ്മൾ ബ്ലഡ് എന്ന് പറയാം. ബ്ലഡ് എന്ന് പറയാം. ബ്ലഡിന് കുറെ ഫങ്ഷൻസ് ഉണ്ട്, which is actually enabled by the cell. ഇപ്പൊ ബ്ലഡിന്റെ ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്ലഡ് ട്രാൻസ്പോർട്ട് ചെയ്യും, ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും ട്രാൻസ്പോർട്ട് ചെയ്യും. ബ്ലഡ് ആണ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. ബ്ലഡ് ആണ് ഇമ്മ്യൂണിറ്റി തരുന്നത്. ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്താ? പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഡിസീസസ്. ഇമ്മ്യൂണിറ്റി ആരാ തരുന്നത്? നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസ് ആ തരുന്നത്. വൈറ്റ് ബ്ലഡ് സെൽസ് എവിടെയുള്ളത്? ബ്ലഡിലാണുള്ളത്. പക്ഷെ നമ്മൾ ആരുടെ ഉത്തരവാദിത്തമായിട്ട് പറയും? സി, ബ്ലഡ് പ്രൊവൈഡ്സ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. സോ ബ്ലഡിനുള്ള കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. ദ സെൽസ് inside this, blood is a tissue. ആ ബ്ലഡിന്റെ ടിഷ്യൂന്റെ ആക്ടിവിറ്റീസ് ആരെ കൊണ്ടുവരുന്നേ? ഇറ്റ് ഇസ് brought about by the cells inside the tissue. അപ്പൊ ബ്രീത്തിങ് നമ്മൾ നോക്കി വിചാരിച്ചു, നമ്മൾ when we breathe നമുക്ക് എന്താ നമുക്ക് അറിയാൻ പറ്റും? നമ്മുടെ നെഞ്ചിൽ കൈ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലങ്സിന്റെ മൂവ്മെന്റ് അറിയാൻ പറ്റും. ഡയഫ്രത്തിന്റെ മൂവ്മെന്റ്. ഡയഫ്രം എന്ന് പറയുന്നത് നെഞ്ചിന്റെ കൂടിന്റെ തൊട്ട് താഴെയുള്ളതാണ് ഡയഫ്രം എന്ന് പറയാം. അവിടെ കൈ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഡയഫ്രം അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ് ചെയ്യണത് നമുക്ക് അറിയാൻ പറ്റും. മസിൽസ് മൂവ് ചെയ്യണത് അറിയാൻ പറ്റും. സോ ബ്രീത്ത് ചെയ്യുമ്പോഴേക്കും we inhale oxygen and this is going to be transported to all the cells by the blood. Cells എന്ത് ചെയ്യും? See, this is your cell. Now this is your blood. Okay, blood is bringing in oxygen in with the help of RBC. മനസ്സിലായോ? And what is the cell going to do? This is going to take in the oxygen. All right, oxygen എടുക്കും. And food is also provided. ഇവിടെ glucose. Okay, glucose is coming, ladies and gentlemen, and glucose is taken by the cell. And ഈ ഗ്ലൂക്കോസും എന്താ സംഭവിക്കുന്നത്? ഇതിന്റെ ഉള്ളില് ഗ്ലൂക്കോസും ഓക്സിജനും കൂടി റിയാക്ട് ചെയ്തിട്ട് എനർജി ഈസ് റിലീസ്. And this energy is used up by the cell. This energy is used by the cell for various activities, പല activities. Now this energy നമ്മൾ അപ്പോൾ യൂസ് ചെയ്യും, അല്ലെങ്കിൽ പിന്നീട് സ്റ്റോർ ചെയ്ത് വെക്കും. എങ്ങനെയാ സ്റ്റോർ ചെയ്ത് വെക്കണേ? ATP, വെരി ഇമ്പോർട്ടന്റ്. ATP ആയിട്ട് സ്റ്റോർ ചെയ്യും. ATP is adenosine triphosphate. ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. സോ ഇപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എല്ലാം നല്ലത് മാത്രമല്ല, there are waste materials which are produced. What are the waste material? Carbon dioxide is produced, water is produced. ഇങ്ങനെ കുറെ waste materials ഉണ്ട്. Carbon dioxide jumps back into the blood, water jumps back into the blood, and this blood takes it. ഈ വേസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് എല്ലായിടത്തു നിന്ന് കളക്ട് ചെയ്തിട്ട് എവിടേക്ക് പോകും? രണ്ട് മേജർ സാധനങ്ങളുണ്ട്. വൺ ഇസ് ഓഫ് കോഴ്സ് ദ ലിവർ. വെരി ഇമ്പോർട്ടന്റ് വേസ്റ്റ് ഡിസ്പോസൽ ചേട്ടനാണ് ലിവർ.
and another is the kidney. Two kidneys are there for you. Kidney waste disposal. See, all of them are working in sync inside your body, and you are not at all being aware of it. Everything is happening with or without your desire. Everything is happening inside your body. Tissues are working in sync. Cells are working in sync to create the tissue's functionality. Tissues are working in sync in order to create the organ's functionality. Heart is an organ. ഹാർട്ടില് മസിൽസ് ഉണ്ട്, ഹാർട്ടില് നെർവ്സ് ഉണ്ട്, ഹാർട്ടില് ബ്ലഡ് ഉണ്ട്. ഇവരെല്ലാവരും ചേർന്നിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഹാർട്ടായി. മനസ്സിലായോ? അപ്പൊ ഹാർട്ടും അതുപോലെ ബ്ലഡും അതുപോലെ വെസൽസും എല്ലാവരും ചേരുമ്പോഴത്തേക്ക് സർക്കുലേറ്ററി സിസ്റ്റം ആയി. മനസ്സിലായി? ഹൗ തിങ്സ് ആർ വർക്കിംഗ് ഇൻ സിങ്ക്. നൗ നെർവ്സ് ആർ ഗോയിങ് ടു ഹെൽപ്പ് യു കോർഡിനേറ്റ് ഓൾ ദീസ് ആക്ടിവിറ്റീസ്. അപ്പൊ muscles are there, blood is there, nerves are there. So all these things, pala tissues animals in the ശരീരത്തിൽ. It's not a simple world which is there inside a animal's body. Very complicated. Now, what are the tissues inside animals? Okay, major classification എന്തൊക്കെയാ? First one is the epithelial tissue. First one എന്താണ്? Epithelial tissue. Second one is the connective tissue. Third one muscular tissue. Then is the nervous tissue. Epithelial tissue, connective tissue, muscular tissue, nervous tissue. Epithelial tissue, connective tissue, muscular tissue, nervous tissue. Okay. Epithelial generally mean ചെയ്യുന്നത് surface. It can be external surface or internal surface. External surface obviously is the skin, something which is exposed to the atmosphere. Internal surface എന്ന് പറഞ്ഞാൽ ഹാർട്ട്. ഇപ്പൊ ഈസുഫാഗസ്, അതായത് നമ്മുടെ ഫുഡ് പൈപ്പ് ഉണ്ടെന്ന് വിചാരിച്ചു. നിങ്ങൾ ഭക്ഷണം കഴിച്ചു, ഫുഡ് പൈപ്പ് ഇതാണ് ഫുഡ് പൈപ്പ്. ഓൾറെഡി ഇതാണ് ഫുഡ് പൈപ്പ് എന്ന് വിചാരിച്ചോ. ഇവിടെ കൂടിയാണ് നിങ്ങളുടെ ദോശ. ദോശ ഇസ് വൈറ്റ് ഇൻ കളർ. ദോശ ഇങ്ങനെ പോകുന്നുണ്ട്. ദിസ് ഇസ് ഓൾസോ എ സർഫസ്. നോ, ഇതും ഒരു സർഫസ് ആണ് അല്ലെ? Again, this is covered by the epithelial tissue. They have major functions. Not just ivada, not just in your food pipe. It is there in your stomach. It is there in your, small intestine. Lot of places. Internally, എല്ലായിടത്തും ഉണ്ട് epithelial tissue. Because those are cavity ഉണ്ടെങ്കിൽ ഹാർട്ടിന്റെ ഉള്ളിൽ ഉണ്ടാവും. ആ ഓട്ടയുടെ അപ്പുറത്തുള്ള സർഫസ് epithelial tissue. അപ്പോൾ ഇതിനൊക്കെ കുറെ ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പൊ സ്റ്റൊമക്കിൽ തന്നെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റൊമക്കിൽ തന്നെ വന്നു എന്ന് വിചാരിച്ചോ. ഓക്കെ, സ്റ്റൊമക്കിന്റെ ഇവിടെ ഈ ഭാഗത്ത് epithelial tissue ഉണ്ട്. We'll put it with another color. See, all these parts will have epithelial tissue. See, ഇവിടത്തെ epithelial tissue ന്റെ പ്രത്യേകത എന്താ? ഇത് സർഫസ് ആണെങ്കിലും ഇവിടെ ഫുഡ് വരുന്നുണ്ട്. ഫുഡ് വരുമ്പോഴേക്ക് ഇതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ ചുമ്മാ അങ്ങോട്ട് നിന്നാ പോലെ, ഡൈജസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. എന്ന് മാത്രല്ല, ഇതിന്റെ സ്റ്റൊമക്കിന്റെ ഉള്ളിൽ ആരുണ്ട്? ഹൈഡ്രോക്ലോറിക് ആസിഡ് അങ്ങ് തിളച്ച് മറിയുന്നുണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇതിനെ സ്റ്റൊമക്കിനെ കയറി അറ്റാക്ക് ചെയ്യില്ലേ? കട്ട ആസിഡ് ആണ്, സ്റ്റൊമക്കിനെ അറ്റാക്ക് ചെയ്യില്ലേ? സോ എപ്പിത്തീലിയൽ ടിഷ്യൂന് ഇനി ഒരു ഉത്തരവാദിത്തമുണ്ട്. പ്രൊട്ടക്ഷൻ ഇസ് ദെയർ. അപ്പൊ നമ്മുടെ സ്കിന്നിന്റെ സർഫസസ് പ്രൊട്ടക്ഷൻ ഇസ് ദെയർ. സോ എപ്പിത്തീലിയൽ ടിഷ്യൂന്റെ പണി എന്താ? പ്രൊട്ടക്ഷൻ, സെക്രീഷൻ, അബ്സോർപ്ഷൻ. ഇത് അങ്ങനെ സ്മോൾ ഇൻഡസ്റ്റൈനിൽ പോയി. സ്മോൾ ഇൻഡസ്റ്റൈനിൽ എന്താ നടക്കണ്ടേ? ഈ ഭക്ഷണം മുഴുവനും വന്നു, ഭക്ഷണം മുഴുവൻ ഡൈജസ്റ്റ് ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ സ്മോൾ ഇൻഡസ്റ്റൈനിൽ നിന്നും അബ്സോർബ് ചെയ്യണം ഫുഡ്. സ്മോൾ ഇൻഡസ്റ്റൈനിൽ നിന്നും യു ഹാവ് ടു അബ്സോർബ് ദ ഫുഡ് ഇൻ ടു ദ ബോഡി. ബോഡിയുടെ ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യണം. അതാരെ ചെയ്യേണ്ട? എപ്പിത്തീലിയൽ സെൽസ് ആണ് ചെയ്യേണ്ടത്. പല സ്ഥലത്തും പല രീതിയിൽ അബ്സോർപ്ഷൻ നടക്കാം. സോ എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ പണി എന്തൊക്കെയാ? പ്രൊട്ടക്ഷൻ, സെക്രീഷൻ, അബ്സോർപ്ഷൻ ഒക്കെ. എപ്പിത്തീലിയൽ ടിഷ്യൂവിനെ എങ്ങനെയൊക്കെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക? Squamous tissue, they are flattened. Okay, flattened tissues. Verude flattened tissues. Squamous tissue. Columnar tissues, tall pillar-like tissue. Tall column tissue. Columnar tissues. Tall and pillar-like tissue. Cuboidal tissue. Cuboidal, cube പോലെ ഉണ്ടാവും. Cuboidal tissue. And ciliated tissue. With the cilia, lot of cilia undenggi ciliated tissue. Cuboidal like kore cilia. Cilia means small hair-like extensions are known as cilia. Okay, cilia undenggi ciliated tissue. Glandular tissues. Sometimes what happens is ee sambhavangal ellam koodite they create something like a gland. All these cells
All these cells, columnar cells and all these cells are going to create a structure known as gland. And inside this, a lot of secretions are going to come. Or a secretions were glandular tissue. They have secretory cells. These ഇതിന്റെ cells എന്ത് ചെയ്യും? ഈ ടിഷ്യൂന്റെ cells എന്ത് ചെയ്യും? They secrete substances. Okay? മനസ്സിലായോ? Okay? അപ്പൊ എപ്പിത്തീലിയൽ ടിഷ്യൂന്റെ പണി എന്തൊക്കെയാ? പ്രൊട്ടക്ഷൻ, സെക്രീഷൻ, അബ്സോർപ്ഷൻ ഒക്കെ ഇതിന്റെ ഫംഗ്ഷൻ ആണ്. Columnar tissue, tall pillar-like cells. Cuboidal tissue, cube-like cells. Ciliated tissue, cells with cilia. Glandular tissue, they are secretory cells. Now coming to the second category, connective tissue. Connective tissue എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ connective tissue proper, supportive connective tissue, dense connective tissue, fluid connective tissue. Proper ആയിട്ടുള്ള connective tissue, areolar tissue and adipose tissue. Areolar and adipose. Areolar and adipose. Supportinuള്ളത്, bones are supportive in nature. Cartilage എന്ന് പറയുന്നത് ചെവിയിലെ cartilage, connective tissues are there. Now dense connective tissue, അതായത് ബോണിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്, ബോൺസ് ആൻഡ് ബോൺസ് കണക്ട് ചെയ്യുന്നത് ലിഗമെന്റ്സ്, ബോൺസിനെയും മസിൽസിനെയും കണക്ട് ചെയ്യുന്നത് ടെൻഡൻസ് are there. We are going to study all these things. Okay. Fluid നേച്ചറിലുള്ള connective tissues ആരാ? ബ്ലഡും ഉണ്ട്, ലിംഫും ഉണ്ട്. Okay. Blood is there, lymph is there. ഇത്രേ okay ആണോ? All right. So connective tissue തന്നെ connective tissue, proper supportive connective tissue, dense connective tissue and fluid connective tissue. Connective tissue proper, areolar connective tissue ഉണ്ട്, adipose connective tissue ഉണ്ട്. Okay. അത് കഴിഞ്ഞിട്ട് supportive connective tissue, cartilage ഉണ്ട്, bone ഉണ്ട്. Dense connective tissue, tendon and ligament. Fluid connective tissue, blood ഉണ്ട്, lymph ഉണ്ട്. Okay. ഇത്രേ okay. ഓടിച്ച് പറഞ്ഞു തന്നിട്ട് I will ask you to revise and I will ask you to write it down. എത്ര കാണാതെ എഴുതാൻ പറ്റും അത്രയും കാണാതെ എഴുതിയിട്ട് will proceed. Now muscular tissue. Now classification of animal tissue is epithelial tissue, connective tissue, muscular tissue. Muscular tissue എന്ന് പറയുന്നത് striated, non-striated cardiac. Striated muscles, രണ്ട് ടൈപ്പ് മസിൽസ് ഉണ്ട് കുട്ടികളെ. വെരി സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഞാനിപ്പോ ഋത്തിക കൈ ഒന്ന് ഉയർത്തിയേ പറഞ്ഞ. ഋത്തിക please raise your hands. Ritika, please raise your hands. Yeah, Ritika is able to raise her hands because her hand muscles are working according to her will. Biceps and triceps are working according to her will. അബ്ബൈ കാലൊന്ന് പൊക്കടാ എന്ന് പറയുന്ന കാലൊന്ന് ഉയർത്തി നോക്ക്. കാല് നിനക്ക് പൊക്കാൻ പറ്റും. Because your leg muscles are working according to your will. Voluntarily work ചെയ്യുന്ന സാധനങ്ങളാണ്. It works according to your will. Okay, Sagar video on ചെയ്തിരിക്കേ. But then there are something. Okay, Diya stomachile ദോശ പോയി. Diya stomachന്റെ അടുത്ത് digest ചെയ്യരുത്, muscle move ചെയ്യാൻ പാടില്ല. Will you be able to do it? Muscles-നെ stop ചെയ്യാൻ പറ്റുമോ? stomachന്റെ muscles-നെ? No, you can't stop. They are involuntary muscles. Those muscles inside your body, lungs diaphragm, you can't stop it. Diaphragm move ചെയ്യുന്നത് നമുക്ക് stop ചെയ്യാൻ പറ്റില്ല. Right? These are കുറച്ച് ഭാഗം stop ചെയ്യാൻ പറ്റും. But then most esophagus കൂടി പോകുന്നത്, food pipe കൂടി, involuntary action, you can't control it. Okay, this is the second type. അടുത്തത് cardiac muscles. Cardiac is a special kind of stuff. ക്ലാസ്സിലാണ് ഞാൻ തിരിച്ചു വിളിക്കാം. ക്ലാസ് ഞാൻ തിരിച്ചു വിളിക്കാം ക്ലാസ്സിലാണ്. ഓക്കെ. അപ്പൊ കാർഡിയാക് മസിൽസ് എന്ന് പറയുന്നത് സ്പെഷ്യൽ കാറ്റഗറി ആണ്. ഓക്കെ. രണ്ടിന്റെ, അത് ഹാർട്ടിന് വേണ്ടിയിട്ട്, ഹാർട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഇമാജിൻ ദിസ്, ജനിച്ച് വീഴുമ്പോ, ഇൻഫാക്ട് ജനിച്ച് വീഴുമ്പോഴല്ല, നിങ്ങളുടെ ശരീരത്തിൽ ഫസ്റ്റ് ഉണ്ടാവണം, നിങ്ങളുടെ അമ്മയുടെ വയറിന്റെ ഉള്ളിൽ നിങ്ങൾ ഉണ്ടായിരുന്നപ്പോ ഫസ്റ്റ് ഉണ്ടായ ഓർഗൻ ആരാ? ഹാർട്ടാണ്. അന്ന് അടിച്ചു തുടങ്ങിയതാണ് കുട്ടികളെ. നിങ്ങൾ മരിക്കണത് വരെ it works for you even when you sleep. How beautiful it is. It has a special kind of muscle. Okay, അപ്പൊ അതിന് വേറെ തന്നെ കാറ്റഗറി. striated muscles, non-striated muscle, cardiac muscles. Striated muscles are voluntary muscles. Striated muscles എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ഇതിന്റെ ഉള്ളിൽ muscle is a tissue. Muscle is a tissue. Every tissue is made up of one or the other cell, right? ഈ മസിൽസിന് ഫൈബർ സെല്ലാണ്, വലിയ ഫൈബർ പോലത്തെ സെല്ലാണ്. ഞാൻ ജസ്റ്റ് ഇത് കാണിക്കണമെന്നേ ഉള്ളൂ കേട്ടോ.
ഈ സ്ട്രിയേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഹാവ് സ്ട്രിയേഷൻസ് ഇതേപോലെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ്. ഇത് വൈറ്റ് എന്ന് പറയുന്നത് ലൈറ്റ് ബാൻഡ്, ബ്ലാക്ക് ഡാർക്ക് ബാൻഡ്. ഇത് ലൈറ്റ് ബാൻഡ്, ഇത് ഡാർക്ക് ബാൻഡ്, ഇത് ലൈറ്റ് ബാൻഡ്, ഇത് ഡാർക്ക് ബാൻഡ്, ലൈറ്റ് ബാൻഡ്, ഡാർക്ക് ബാൻഡ് എന്ന് പറഞ്ഞിട്ട് സ്ട്രിയേഷൻസ് ഉണ്ടാവും, വരകൾ ഉണ്ടാവും. ഓക്കെ, അതിനെ നമ്മൾ സ്ട്രിയേറ്റഡ് മസിൽസ്. ഇങ്ങനെയുള്ളതാണെങ്കിൽ വോളണ്ടറി എന്ന് പറയും. നോൺ സ്ട്രിയേറ്റഡ് എന്ന് പറഞ്ഞാൽ സ്മൂത്ത് ആയിട്ടുണ്ടാവും, there will be no striations, വരകൾ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഇൻവോളണ്ടറി മസിൽസ് ആയിരിക്കും. കാർഡിയാക് മസിൽസിന്റെ രണ്ട് കാറ്റഗറി, രണ്ടെണ്ണം ഉണ്ട്, അത് നമ്മൾ പിന്നീട് നോക്കാം. സ്ട്രിയേഷൻസ് ഉണ്ടാവും ഇവർക്ക്, ബ്രാഞ്ച്ഡ് ആയിരിക്കും, ഇൻവോളണ്ടറി ആയിരിക്കും. ഹാർട്ടിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സ്ട്രിയേഷൻസ് ഉണ്ടാവും, ബ്രാഞ്ചും ഉണ്ട്. ബ്രാഞ്ച് ഇങ്ങനെ ബ്രാഞ്ച്ഡ് ആയിട്ട് വരും. ഓക്കെ, പക്ഷെ ഇതിന്റെ സ്ട്രിയേഷൻസ് ഉണ്ടാവും. ഇത് ഡാർക്ക് ബാൻഡ്, ഇപ്പൊ ഇത് സേ ലൈറ്റ് ബാൻഡ്, ഇത് ഡാർക്ക് ബാൻഡ്, ഇവിടെ ഒരു ലൈറ്റ് ബാൻഡ് ഉണ്ട് വിചാരിച്ചു, ആൻഡ് there will be dark band. അങ്ങനെ ഡാർക്ക് ബാൻഡ്, ലൈറ്റ് ബാൻഡ് എന്ന് പറഞ്ഞിട്ട് there will be striations as well. ഇതാണ് cardiac muscle. We are going to study all these things in detail. Now coming to the nervous tissue. nervous ടിഷ്യൂന്റെ ബോഡിയുടെ സ്ട്രക്ചർ ആണ് ഇവിടെ പറഞ്ഞേക്കണേ. അത് തൽക്കാലം നോക്കണ്ട, കുഴപ്പമില്ല. nervous ടിഷ്യൂന്റെ ക്ലാസിഫിക്കേഷൻ അല്ല പറഞ്ഞേക്കണേ, ഇത് ബോഡി സ്ട്രക്ചർ ആണ് പറഞ്ഞേക്കണേ. ഓക്കെ ആണ്. Now coming to again the classification. epithelial tissue ഉണ്ട്, connective tissue ഉണ്ട്, muscular tissue ഉണ്ട്, nervous tissue. epithelial tissue എന്ന് പറയുന്നത് സ്ക്വാമസ് ഉണ്ട്, കോളംനാർ ഉണ്ട്, ക്യൂബോയിഡൽ ഉണ്ട്, സീലിയേറ്റഡ് ഉണ്ട്, അതേപോലെ ഗ്ലാൻഡുലർ ഉണ്ട്. കണക്റ്റീവ് ടിഷ്യൂ പ്രോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയോളാർ ടിഷ്യൂ, അഡിപ്പോസ് ടിഷ്യൂ. ഏരിയോളാർ ടിഷ്യൂ, അഡിപ്പോസ് ടിഷ്യൂ. സപ്പോർട്ടീവ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ കാർട്ടിലേജും ഉണ്ട്, ബോണും ഉണ്ട്. ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ടെൻഡനും ഉണ്ട്, ലിഗമെന്റും ഉണ്ട്. ഓക്കെ, ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ബ്ലഡും ഉണ്ട്, ലിംഫും ഉണ്ട്. ഓക്കെ, now coming to muscular, striated ഉണ്ട്, നോൺ സ്ട്രിയേറ്റഡ് ഉണ്ട്, കാർഡിയാക് ഉണ്ട്. നെർവസ് ടിഷ്യൂവിന്റെ ബോഡി സ്ട്രക്ചർ ഇപ്പൊ തൽക്കാലം പഠിക്കേണ്ട. എടാ കുട്ടികളെ, ഇത് 5 പ്രാവശ്യം വീതം ഓരോന്നും പറഞ്ഞ് കാണാതെ പറഞ്ഞിട്ട് ഒരു റൗണ്ട് എഴുതി നോക്കി എല്ലാവരും. We'll first study muscles and then move on to the other thing. Muscles പഠിച്ചിട്ട് nerves പഠിക്കാം, അത് ഭയങ്കര രണ്ടും വളരെ എളുപ്പമാണ്. And after that we'll study epithelium, അതേപോലെ തന്നെ ബാക്കിയുള്ളത് കണക്റ്റീവ് ടിഷ്യൂ നമുക്ക് പഠിക്കാം. അതിൽ കുറെ കൂടി ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, സോ മസിൽസ് എന്ന് പറയുന്നതാണ് ആക്ച്വലി ദി ബ്രിങ് അബൌട്ട് മൂവ്മെന്റ് ഇൻ അവർ ബോഡി അല്ലെ. എന്ത് ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ആയിക്കോട്ടെ, ഇന്റേണൽ എക്സ്റ്റേണൽ മൂവ്മെന്റ് ബ്രിങ് അബൌട്ട് ചെയ്യുന്നത് മസിൽസ് ആണ്. along with bones of course. ബോൺസും റെസ്പോൺസിബിൾ, മസിൽസും ആണ് റെസ്പോൺസിബിൾ. മസിൽസ് എന്താ ചെയ്യാ, they are very elongated. അവരുടെ സെൽസ്, സി മസിൽ ഇസ് എ ടിഷ്യൂ. മസിൽ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് വാട്ട്? മസിൽ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. മസിലിന്റെ സെൽസ് എങ്ങനെ ഉണ്ടാവും? സി ദേ ആർ വെരി ലോങ് കൈൻഡ് ഓഫ് സെൽസ്. വലിയ സെൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ സ്പിൻഡിൽ ഷേപ്ഡ് ആയിട്ടുള്ള സെൽസ് ഉണ്ടാവും. they are either spindle shaped or cylindrical, അങ്ങനെ പല ടൈപ്പ് ഉണ്ടാവും. but the point being they are very long kind of elongated and large size cells ഉണ്ടാവും. muscle cells ന്റെ പേരാണ്, muscle cells are known as what? fibers എന്ന് പറയും, muscle fibers എന്ന് നമ്മൾ പറയും. okay, so മുഴുവൻ ബോഡിയുടെ അല്ലെങ്കിൽ ലിംസ് ഉണ്ട്. ലിംസ് എന്ന് പറഞ്ഞാൽ കൈയും കാലും. ലിംസിൻ്റെത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മസിൽസിൽ ദേ ഹാവ് സ്പെഷ്യൽ പ്രോട്ടീൻസ്. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു പ്രോട്ടീൻ, ഇങ്ങനെ പല ടൈപ്പുള്ള ഒരു പ്രോട്ടീൻ ഉണ്ട്, ഇങ്ങനെ റൗണ്ട് ആയിട്ടൊക്കെ ഉണ്ട്. ദീസ് ആർ കോൺട്രാക്ടൈൽ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മസിൽ സെൽസ് ഹാവ്, അതായത് മസിൽ ഫൈബേഴ്സിൽ എന്തുണ്ട്? കോൺട്രാക്ടൈൽ പ്രോട്ടീൻസ് ഉണ്ട്. ഓക്കെ, ദീസ് കോൺട്രാക്ടൈൽ പ്രോട്ടീൻസ്, ഈ കോൺട്രാക്ടൈൽ പ്രോട്ടീൻസിന്റെ പ്രത്യേകത എന്താ? ദേ ക്യാൻ കോൺട്രാക്ട് ആൻഡ് റിലാക്സ്, കോൺട്രാക്ട് ആൻഡ് റിലാക്സ്. സി ഇങ്ങനെ കോൺട്രാക്ട് റിലാക്സും ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ മസിൽസിന് മൂവ് ചെയ്യാൻ പറ്റുന്നത്. കൈയൊന്ന് മടക്കിയ ഫ്രണ്ടിലത്തെ മസിൽ കോൺട്രാക്ട് ചെയ്യേണ്ടി, ബാക്കിലത്തെ മസിൽ റിലാക്സ് ചെയ്യണ്ടേ, തിരിച്ച് കോൺട്രാക്ട് ചെയ്യേണ്ടി, ഇവിടെ റിലാക്സ് ചെയ്യണ്ടേ. സി ഓൾ ദീസ് കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ എങ്ങനെയാ വരുന്നത്? ബിക്കോസ് ഓഫ് ദീസ് കോൺട്രാക്ടൈൽ പ്രോട്ടീൻസ് വിച്ച് ആർ ദെയർ ഇൻ ദ മസിൽ ഫൈബേഴ്സ്, വിച്ച് ആർ ദെയർ ഇൻ ദ മസിൽ ടിഷ്യൂ. മസിൽ ടിഷ്യൂല് ആരുണ്ട്? മസിൽ ഫൈബേഴ്സ് ഉണ്ട്. മസിൽ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? മസിൽ സെൽസ്. മസിൽ ഫൈബേഴ്സിന്റെ അകത്ത് ആരുണ്ട്? കോൺട്രാക്ടൈൽ പ്രോട്ടീൻസ്. കോൺട്രാക്ടൈൽ പ്രോട്ടീൻസിന് എന്താ പ്രത്യേകത? they can contract and relax because of
you can actually move your lips. Okay, so even the movement of internal organs like your heart, alimentary canal, esophagus, അതായത് ഫുഡ് പൈപ്പ്, ദോശ കഴിക്കുമ്പോൾ സ്റ്റക്ക് ആവുമ്പോഴത്തേക്കും വേദനിക്കില്ലേ, ഉള്ളിൽ വേദനിക്കില്ലേ, ആ സ്ഥലമാണ് ഈസോഫാഗസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈസോഫാഗസ് അല്ലെങ്കിൽ alimentary canal, this is also brought about by the muscle tissue. Now on the basis of location, on the basis of its structure and the functions, okay, location, structure and functions പ്രകാരം മൂന്ന് type ഉണ്ട്. Striated, smooth muscles, cardiac muscles. Striated, smooth muscles and cardiac muscles എന്ന മൂന്ന് type ഉണ്ട്. Okay, we'll go to that. Okay, striated is also known as skeletal muscle. Skeletal muscle തന്നെയാണ് striated muscles. Smooth muscles are also known as non-striated. Non-striated. Cardiac muscles മാത്രം. Striated muscles are also known as voluntary muscles. Smooth muscles are also known as involuntary muscles. എന്നുള്ളത് നമുക്ക് പഠിക്കാം. Skeletal muscles അല്ലെങ്കിൽ striated muscles അല്ലെങ്കിൽ voluntary muscles എങ്ങനെയുണ്ട് നോക്കിയുടെ കുട്ടികളെ. See, they are striated. That means they have, ഇത് കണ്ടോ, ഇതില് ഇതേപോലെ striations കാണുന്നുണ്ടോ, റിംഗ് muscles ആണ്. ട്യൂബ് പോലെ ഉണ്ടാവും, ഒരു വലിയ ട്യൂബ് പോലെ ഉണ്ടാവും. And they have alternate striations, light and dark band ആയിട്ട് they have alternate striations, light band, dark band ആയിട്ട് striations ഉണ്ടാവും. They are multinucleated. ഒരു സെല്ലിൽ തന്നെ മൾട്ടിപ്പിൾ ന്യൂക്ലിയസ് ഉണ്ടാവും. ഒരൊറ്റ സെല്ലിന്റെ ഉള്ളിൽ മൾട്ടിപ്പിൾ ന്യൂക്ലിയസ് ഉണ്ടാവും, മൾട്ടിന്യൂക്ലിയേറ്റഡ്. They are voluntary. They are voluntary in nature and usually attached to the skeleton. സ്കെൽറ്റനുമായിട്ട് അറ്റാച്ച്ഡ് ഉണ്ട്. നിങ്ങളുടെ കയ്യിലും കാലിലും ഒക്കെ ഉള്ളത് വോളണ്ടറി മസിൽസ് ആണ്. കയ്യിലും കാലിലും ഒക്കെ ഉള്ളത് സ്കെൽറ്റനുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടാണ്. അതേ സ്മൂത്ത് മസിൽസ് എങ്ങനെ ഉണ്ടാവും, അതിന്റെ ഫൈബേഴ്സ്, അതായത് സെല്ലുകളെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്മൂത്ത് മസിലിന്റെ ഫൈബേഴ്സ് എന്ന് പറയുന്നത് they are non-striated and spindle shape, അതായത് ടേപ്പറിംഗ് ടുവേർഡ്സ് ദ എൻഡ്, രണ്ടറ്റവും കൂർത്തിരിക്കും, ടേപ്പറിംഗ് ടുവേർഡ്സ് ദ എൻഡ് ആയിരിക്കും, സ്പിൻഡിൽ ഷേപ്ഡ് ആയിരിക്കും, ആൻഡ് യൂണിന്യൂക്ലിയേറ്റഡ്, ഒറ്റ ന്യൂക്ലിയസ് ഉണ്ടാവും. ഒബ്വിയസ്ലി ഇൻവോളണ്ടറി ആയിരിക്കും. ഇന്റേണൽ ഓർഗൻസിനെ കവർ ചെയ്യും. എവിടെ ഉണ്ടാവും, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ലാർജ് ഇൻറ്റെസ്റ്റൈൻ ഒക്കെ ഉണ്ടാവും. ഇത് ലൊക്കേഷൻ എവിടെയാ, ലിംസിൽ ഉണ്ടാവും. ലൊക്കേഷൻ ലിംസിൽ ഉണ്ടാവും. കാർഡിയാക് മസിൽസ് എന്ന് പറഞ്ഞാൽ നോക്കിയാൽ സ്ട്രിയേഷൻസ് ഉണ്ട്, ബ്രാഞ്ച്ഡ് ആണ്, ദേ ആർ ബ്രാഞ്ച് ആൻഡ് ദേ ആർ യൂണിന്യൂക്ലിയേറ്റഡ്. ഓക്കെ, ദേ ആർ ഇൻവോളണ്ടറി. ഇത് എവിടെ ഉണ്ടാവും, ഹാർട്ടിൽ തന്നെ ഉണ്ടാവും. ഇത്രയും മനസ്സിലായോ? ഓക്കെ, now coming to again types of muscles. Okay, cardiac muscles branched ആയിട്ട് ഉണ്ടാവും, striations ഉണ്ടാവും, uninucleated ആയിട്ട്. skeletal muscles tubular ആയിട്ട് ഉണ്ടാവും, multinucleated ആണ്, striations ഉണ്ടാവും. smooth muscles എങ്ങനെ ഉണ്ടാവും, spindle shaped ആണ്, uninucleated ആണ്. ഓക്കെ, അപ്പൊ ഇതൊന്ന് വായിച്ചു നോക്കി. ഇതിൽ എന്താ ഉള്ളത്, സ്ട്രിയേറ്റഡ് മസിൽസ് എവിടെയൊക്കെ ഉണ്ട്, ബൈസെപ്സ്, കയ്യിലും കാലിലും, ടങ്കില് പക്ഷെ സ്കെൽട്ടൺ ആയിട്ട് അറ്റാച്ച്ഡ് അല്ല കേട്ടോ, അറ്റത്ത് മാത്രമായിട്ടാണ് ഒരു ബോൺ ആയിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കുന്നത്. ടങ്ക് ഫ്രണ്ടില് ഇറ്റ് ഇസ് ഫ്രീ ആക്ച്വലി. ഡയഫ്രം again is striated muscles. കുറെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഡയഫ്രം. ഏർലിയർ ഐ ടോൾഡ് ദാറ്റ് ഇറ്റ് വിൽ നോട്ട് ബി കൺട്രോൾഡ് അറ്റ് ഓൾ, പക്ഷെ അല്ല, കുറെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ഇറ്റ് ഈസ് നോൺ ആസ് സ്ട്രിയേറ്റഡ് മസിൽസിനെ സ്ട്രൈപ്ഡ് മസിൽസ് എന്ന് പറയാം. സ്കെൽട്ടനുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാരണം സ്കെൽട്ടൽ മസിൽസ് എന്ന് പറയാം. കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാരണം വോളണ്ടറി മസിൽസ് എന്ന് പറയാം. സ്ട്രൈപ്ഡ് എന്ന് പറയാൻ കാരണം എന്താ, ഓൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ്സ് ഉണ്ട്. സ്കെൽട്ടൻ എന്ന് പറയാൻ കാരണം എന്താ, ബോൺസ് ആയിട്ട് അറ്റാച്ച്ഡ് ആണ്. വോളണ്ടറി എന്ന് പറയാൻ കാരണം എന്താ, വിൽ പ്രകാരം, നമ്മളുടെ താല്പര്യ പ്രകാരം വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. സ്ട്രിയേറ്റഡ് മസിൽസ് എങ്ങനെ ഉണ്ടാവും, ലോങ് ആൻഡ് ഇലോങ്ങേറ്റഡ് ആണ്, സിലിണ്ട്രിക്കൽ ആയിട്ട് ഉണ്ടാവും നമ്മൾ പറഞ്ഞു. ആൻഡ് ദേ ആർ അൺബ്രാഞ്ച്ഡ് അല്ലെ, അൺബ്രാഞ്ച്ഡ്, ബ്രാഞ്ചസ് ഒന്നും നമ്മൾ കാണിച്ചില്ല, ലോങ് ആൻഡ് അൺബ്രാഞ്ച്ഡ് ആയിട്ട് ഉണ്ടാവും. അതേപോലെ തന്നെ ഓൾട്ടർനേറ്റ് ലൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ് ഉണ്ടാവും എന്ന് പറഞ്ഞു. മൾട്ടിപ്പിൾ ന്യൂക്ലിയസ് ഉണ്ടാവും, ഒരു സെല്ലിൽ തന്നെ മൾട്ടിപ്പിൾ ന്യൂക്ലിയസ് ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞു. സ്മൂത്ത് മസിൽസ് അൺസ്ട്രിയേറ്റഡ് ആണ്. വിസറൽ മസിൽസ് എന്ന് പറയും, ബിക്കോസ് ദേ ആർ പ്രസന്റ് ഇൻ ഇന്റേണൽ ഓർഗൻസിൽ പ്രസന്റ് ആണ്, അതുകൊണ്ട് വിസറൽ മസിൽസ് എന്ന് പറയും. ആൻഡ് ഇൻവോളണ്ടറി മസിൽസ് ആണ്. സ്മൂത്ത് മസിൽസ് എവിടെയുള്ളത്, ഹോളോ വിസറൽ ഓർഗൻസ്. ഹോളോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ
നമ്മുടെ സ്റ്റൊമക്, ദിസ് ഇസ് ഹോളോ ഇൻസൈഡ്, റൈറ്റ്? ഹോളോ ആണ്, വിസറൽ മീൻസ് ഇന്റേണൽ ഓർഗൻ ആണ്. ഇവിടെ സ്മൂത്ത് മസിൽസ് ഉണ്ട്. സ്റ്റൊമക്ക്, ഇൻറ്റസ്റ്റൈൻ, അതേപോലെ കണ്ണില് ഐറിസ്, കണ്ണിന്റെ ഐറിസ്, കണ്ണിന്റെ അകത്ത് യൂറേറ്റർ, അതായത് യൂറിനറി ബ്ലാഡർ, യൂറിനറി ബ്ലാഡറിന്റെ കൊണ്ടുവരുന്ന യൂറിൻ കൊണ്ടുവരുന്ന കുഴലുണ്ട് യൂറിനറി ബ്ലാഡറിലേക്ക്. ഓക്കെ, this is made up of smooth muscles. This is made up of smooth muscles. Alimentary canal, നമ്മുടെ ഫുഡ് പൈപ്പ്, ബ്ലഡ് വെസൽസ് എല്ലാം സ്മൂത്ത് മസിൽസ് ആണ് ഉണ്ടാക്കിയേക്കണേ. Alright, now coming to the third category. Smooth muscles നമ്മുടെ ഇഷ്ടപ്രകാരം ഒന്നല്ല വർക്ക് ചെയ്യണേ. അതേ അപ്പൊ ഫുഡ് ഉള്ളിലേക്ക് കയറ്റുന്നത് നമ്മുടെ പ്രകാരം, ദോശ പകുതിക്ക് വെച്ച് നിൽക്കട്ടെ എന്ന് പറയാനൊന്നും പറ്റില്ല, അത് അങ്ങോട്ട് പോകും അല്ലെ. കഴിച്ച് വിഴുങ്ങി കഴിഞ്ഞാൽ അത് അങ്ങോട്ട് പോകും, പിന്നെ ഒന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സെൽസ്, അപ്പൊ അതിന്റെ സെൽസ് എങ്ങനെയുണ്ടാവും? പോയിന്റ് ടുവേർഡ്സ് ദ എൻഡ്സ്. എങ്ങനെയുണ്ടാവും? പോയിന്റ് ടുവേർഡ്സ് ദ എൻഡ്സിൽ പോയിന്റഡ് ആയിട്ട് ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെയായിരിക്കും ഉണ്ടാവും. ഒറ്റ ന്യൂക്ലിയസേ ഉണ്ടാവുള്ളൂ, നമ്മൾ ഓൾറെഡി കണ്ടത്. കമ്മിങ് ടു ദ കാർഡിയാക് മസിൽസ്, ഹാർട്ടിലുള്ള സാധനമാണ്. സ്മൂത്ത് മസിലിന്റെ ക്യാരക്ടറിസ്റ്റിക് ഉണ്ട്, സ്ട്രിയേറ്റഡ് മസിൽസിന്റെ ക്യാരക്ടറിസ്റ്റിക് ഉണ്ട്. ഇതിൽ എന്താ ഉള്ളത്? ബ്രാഞ്ച്ഡ് ഫൈബേഴ്സ് ആണ്. ഈ ബ്രാഞ്ചസ് എല്ലാം കൂടി ചേർന്നിട്ട് ഒരു നെറ്റ്വർക്ക് പോലെ ഫോം ചെയ്യും. സി ഇഫ് യു സീ ദിസ് ഫോംസ് ലൈക്ക് എ നെറ്റ്വർക്ക്. ഇതാണ് ഇമ്പോർട്ടന്റ്. പക്ഷെ ഒറ്റ ന്യൂക്ലിയസ് ഉണ്ടാവും, യൂണി ന്യൂക്ലിയേറ്റഡ് ആണ്. അതേപോലെ പിന്നെ എന്താ നമ്മൾ പറഞ്ഞേ? സിലിണ്ട്രിക്കൽ ആണ്, യൂണി ന്യൂക്ലിയേറ്റഡ് ആണ്, ബ്രാഞ്ചസ് ഉണ്ട്. സോ മസിൽസ് ഷോ rhythmatic contraction and relaxation. Rhythmatic dum dum boom lup dup ഉണ്ടാവില്ല. That is because of the rhythmatic contraction and relaxation of your heart. Okay, ഇത്രയും മനസ്സിലായോ? Alright, ഒരു റൗണ്ട് ഓടിച്ചൊന്ന് വായിച്ച് നോക്കിയുടെ കുട്ടികളെ. ഇത് ഇവിടെ തൊട്ട് വായിച്ചു നോക്കിയേ. ഓ പറഞ്ഞ മോളെ. ഒരു സെല്ലിൽ ഇങ്ങനെ മൾട്ടിപ്പിൾ ന്യൂക്ലിയസ് ഉണ്ടാവുക? ഇഷ്ടം പോലെ സംഭവങ്ങൾ അങ്ങനെയുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മോള് തേങ്ങയുടെ വെള്ളം കുടിക്കില്ലേ? തേങ്ങയുടെ വെള്ളം അല്ല കരിക്കിന്റെ വെള്ളം കംപ്ലീറ്റ് ന്യൂക്ലിയസ് ആണ്, ലോട്ട് ഓഫ് ന്യൂക്ലിയസ്. ഓക്കെ, അപ്പൊ there are lot of cases ഫംഗസില് ഒക്കെ കുറേ കേസസ് ഉണ്ട്, വേറെ ഒരൊറ്റ സെല്ലില് മൾട്ടിപ്പിൾ ന്യൂക്ലിയസ് ഉള്ള കേസസ് ഉണ്ട്. വൺ ഓഫ് ദം obviously is your smooth muscles. കുറേ ന്യൂക്ലിയസ് ഉണ്ടാവും ഒരു സെല്ലിൽ. അപ്പൊ സൈറ്റോപ്ലാസം അത് സ്പ്ലിറ്റ് ആവില്ലേ? ന്യൂക്ലിയസ് സൈറ്റോപ്ലാസം സ്പ്ലിറ്റ് ആവാതെ തന്നെ ന്യൂക്ലിയസ് മൾട്ടിപ്പിൾ ആയിട്ട് സ്പ്ലിറ്റ് ആയിട്ട് സൈറ്റോപ്ലാസം അതിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യും. What will happen in a case where your nucleus actually splits and forms multiple nucleus? Cytoplasm doesn't split. അങ്ങനെയുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ന്യൂക്ലിയസ് ഉണ്ടാവും. ഇത് മാത്രമല്ല, പല രീതിയിൽ മൾട്ടിപ്പിൾ ന്യൂക്ലിയസ് ഫോം ചെയ്യാം. ഒരെണ്ണം ഒരു ന്യൂക്ലിയസ് തന്നെ മൾട്ടിപ്പിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇനി ഒരെണ്ണം എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 2 സെല്ലുകൾ ഉണ്ടെന്ന് വിചാരിച്ചു, ഇത് 2 ഒന്നിച്ച് വന്നു എന്ന് വിചാരിച്ചോ. ഓക്കെ, എന്നിട്ട് ന്യൂക്ലിയസ് മാത്രം ഇങ്ങനെ വന്നു, സൈറ്റോപ്ലാസം മാത്രം മേർജ് ആയി, ആൻഡ് ന്യൂക്ലിയസ് മാത്രം പുറത്തുണ്ട്. മൾട്ടിപ്പിൾ രീതികളുണ്ട് മൾട്ടിപ്പിൾ ന്യൂക്ലിയസ് വരണേന്. മനസ്സിലായോ? നമുക്കുള്ളത് ഈ രീതിയാണ്, മൾട്ടിപ്പിൾ ന്യൂക്ലിയസ് ഉണ്ട് അതിനകത്ത്. വായിച്ചു നോക്കാം. നെർവസ് ടിഷ്യൂവിന്റെ പണി എന്ന് പറയും. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ? അനിമൽ ടിഷ്യൂ എന്ന് പറയുന്നത് നല്ലതായിട്ട് കാറ്റഗറൈസ് ചെയ്യേണ്ട അനിമൽ ടിഷ്യൂന്റെ 2 എണ്ണമാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. മസ്കുലർ ടിഷ്യൂ പഠിച്ചു, അതേപോലെ തന്നെ നെർവസ് ടിഷ്യൂ പഠിച്ചു. മസ്കുലർ ടിഷ്യൂന്റെ സെല്ലിന്റെ പേര് എന്താ? മസിൽ ഫൈബർ എന്നാണ് പേര്. നെർവസ് ടിഷ്യൂന്റെ സെല്ലിന്റെ പേര് എന്താ? ന്യൂറോൺ. ഓക്കെ, മസിലിന്റെ ഫങ്ഷൻ എന്താ? മൂവ്മെന്റ്. ഓക്കെ, അതേസമയം നെർവ്സിന്റെ ഫങ്ഷൻ എന്താണ്? Transmitting message. What is its function? Transmitting message. അതായത് രമണ, ഋത്തികയുടെ കയ്യിൽ ഞാനൊരു നുള്ളിയാൽ ഋത്തികയ്ക്ക് മനസ്സിലാവും. എങ്ങനെയാ? ഋത്തികയുടെ കയ്യിലുള്ള nerves, it will transmit the message to the pain, and pain will your brain is going to interpret it as pain. Okay, കൈ പിടിച്ചിട്ട് അബയുടെ കൈ എങ്ങാനും പൊളിച്ച്, സാഗറിന്റെ കൈ എങ്ങാനും തീയിൽ വെച്ചു, അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ തീയിൽ വരുന്ന പൊള്ളല് ബ്രെയിൻ വരെ പോവും. അപ്പൊ ബ്രെയിൻ പറയും, അല്ലെങ്കിൽ സ്പൈനൽ കോഡ് പറയും, കൈ തിരിച്ചെടുക്ക് എന്ന് പറയും. സാഗർ അവിടെ ഉണ്ടോ? സാഗര അപ്പൊ
ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ തിരിച്ചും മറിച്ചും, അതായത് സെൻസ് ഓർഗൻസിൽ നിന്നും, സെൻസ് ഓർഗൻസ് 5 അല്ലെ, കണ്ണ്, മൂക്ക്, ചെവി, വായ, ത്വക്ക് എന്ന് പറയുന്ന 5 സെൻസ് ഓർഗൻസിൽ നിന്നും നിങ്ങളുടെ ബ്രെയിനിലേക്കോ സ്പൈനൽ കോർഡിലേക്കോ മെസ്സേജ് കൊണ്ടുപോവുക. സ്പൈനൽ കോർഡ് നിന്നും ബ്രെയിനിൽ നിന്നും തിരിച്ച് നിങ്ങളുടെ കയ്യിലേക്കോ കാലിലേക്കോ എവിടേക്കാണോ ആവശ്യം അവിടേക്ക് മെസ്സേജ് കൊണ്ടുപോകുക. This is a work of the nervous system. Tissues which specialized to transmit the messages within our body. Okay, ഇവരെയാണ് നമ്മൾ nerves എന്ന് പറയുക. They transmit the messages within our body. Brain, spinal cord and nerves എല്ലാത്തിലും nervous tissues ആണുള്ളത്. ബ്രെയിനിലും സ്പൈനൽ കോർഡിലും നെർവ്സിലും നെർവസ് ടിഷ്യൂ ആണുള്ളത്. ആൻഡ് നെർവസ് ടിഷ്യൂല് സ്പെഷ്യൽ സെൽസ് ഉണ്ട്. ആ സെൽസിന്റെ പേരെന്താ? നെർവ് സെൽസ് അല്ലെങ്കിൽ ന്യൂറോൺസ് എന്നാണ് പേര്. ന്യൂറോൺസിന്റെ പണി എന്താന്ന് പറഞ്ഞാൽ അവർക്ക് സ്റ്റിമുലായി കിട്ടാൻ പറ്റും. പുറത്തുനിന്നോ അല്ലെങ്കിൽ അകത്തുനിന്നോ സ്റ്റിമുലായി എടുക്കാൻ പറ്റും. സ്റ്റിമുലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? കണ്ണ് മേക്സ് എ കൈൻഡ് ഓഫ് ചേഞ്ച് ഇൻ യു. അല്ല സോറി, കണ്ണല്ല, ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ദിസ് ക്രിയേറ്റ് സം കൈൻഡ് ഓഫ് ചേഞ്ച് ഇൻ യു. അതേപോലെ ഹങ്കർ ക്രിയേറ്റ് സം കൈൻഡ് ഓഫ് ചേഞ്ച് ഇൻ യു, അല്ലെ? അപ്പൊ സംതിങ് വിച്ച് ഇസ് ഹാപ്പനിങ് ഇൻ ദ സറൗണ്ടിങ് ഓർ വിച്ച് ഇസ് ഹാപ്പനിങ് ഇൻസൈഡ് യു വിച്ച് ഇസ് capable of actually making you respond to that. അതിനെയാണ് നമ്മൾ സ്റ്റിമുലൈ എന്ന് പറയുക. പല ടൈപ്പ് സ്റ്റിമുലൈ ഉണ്ട്. സൗണ്ട് is there, touch is there, heat is there, cold is there. All these are stimuli. Hunger is there, thirst is a stimuli. എല്ലാം പല ടൈപ്പ് എക്സ്റ്റേണൽ സ്റ്റിമുലൈ ഉണ്ട്, ഇന്റേണൽ സ്റ്റിമുലൈ ഉണ്ട്. ഓക്കെ, സോ ന്യൂറോൺസിന്റെ പ്രത്യേകത എന്താ? സാഗർ അവിടെ ഉണ്ടോ? സാഗർ, ന്യൂറോൺസിന്റെ പ്രത്യേകത എന്താ? ന്യൂറോൺസ് ഹാവ് ദ കേപ്പബിലിറ്റി ടു റിസീവ്. അപ്പൊ ന്യൂറോൺസിന്റെ പ്രത്യേകത എന്താണ് കുട്ടികൾ? ദേ ഹാവ് ദ കേപ്പബിലിറ്റി ടു റിസീവ് ദ സ്റ്റിമുലൈ. ഉള്ളിൽ നിന്നോ പുറത്ത് നിന്നോ. ഇറ്റ് ക്യാൻ ബി ഫ്രം ഇൻസൈഡ് ദ ബോഡി, ലൈക്ക് എ ഹങ്കർ, ലൈക്ക് സംതിങ്. കുറെ കൈൻഡ് ഓഫ് സ്റ്റിമുലൈ ഉണ്ട്, നോട്ട് ജസ്റ്റ് ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ്. ദിസ് ഇസ് സംതിങ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ബാക്കിയുള്ളതൊക്കെ ചിലപ്പോൾ നമുക്ക് ഇപ്പൊ മനസ്സിലാവില്ല. അതേപോലെ തന്നെ റിസീവ് ചെയ്യാം ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ സെൻഡ്, അല്ലെ? ഒരറ്റത്ത് നിന്ന് നമ്മളെ കയ്യിൽ നുള്ളി, അപ്പൊ ഇവിടെ തുടങ്ങി നമ്മുടെ ബ്രെയിൻ വരെ പോണം, പണിയുണ്ട് നമുക്ക്. അപ്പൊ ഒരാള് റിസീവ് ചെയ്യണം, എന്നിട്ട് അയാൾ തന്നെ അടുത്ത ആൾക്ക് കൊടുക്കണം, അയാൾ റിസീവ് ചെയ്യണം, അടുത്ത ആൾക്ക് കൊടുക്കണം. അങ്ങനെ റിസീവ് ചെയ്യുക, സെൻഡ് ചെയ്യുക, റിസീവ് ചെയ്യുക, സെൻഡ് ചെയ്യുക. 2 ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി നമ്മൾ കൊടുക്കണം. സോ ന്യൂറോണിന്റെ സ്ട്രക്ചർ ആണ് നമുക്ക് നോക്കാൻ. ന്യൂറോൺ ഒബ്വിയസ്ലി ഇറ്റ് ഇസ് എ സെൽ. സെല്ല് ഉണ്ടെങ്കിൽ എങ്ങനെ പോയാലും 3 കോൺസ്റ്റിറ്റ്യൂവൻസ് ഉണ്ടാവും. എന്തത്? സെൽ ബോഡിയില് സെൽ മെംബ്രെയിൻ ഉണ്ടാവും, റൈറ്റ്? പ്ലാസ്മ മെംബ്രെയിൻ ഇസ് ഗോയിങ് ടു ബി ദേർ, റൈറ്റ്? അതേപോലെ തന്നെ സൈറ്റോപ്ലാസം ഇസ് ഗോയിങ് ടു ബി ദേർ. അതേപോലെ തന്നെ ന്യൂക്ലിയസ് ഇസ് ഗോയിങ് ടു ബി ദേർ. ന്യൂക്ലിയസ് ഇസ് ഗോയിങ് ടു ബി ദേർ. ഓക്കെ, അപ്പൊ ഇതിന്റെ സെല്ല് എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുണ്ടാവും. വേറെ വ്യത്യാസമൊന്നുമില്ല, ഇതിലെല്ലാം ഒരേപോലെ തന്നെ. ആകെപ്പാടെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽ ബോഡി എന്താണെങ്കിലും ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, അതേപോലെ സൈറ്റോപ്ലാസം ഉണ്ട്. പിന്നെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻ ഉണ്ട്. നിങ്ങളുടെ നമ്മൾ ഏതെങ്കിലും ഒരു പണി ഏറ്റെടുത്തു വിചാരിച്ചോ. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമ്മള് ഇപ്പൊ ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ ഡോക്ടറിന് അനുസരിച്ചിട്ടുള്ള വേഷം നമ്മുടെ ബോഡി ലാംഗ്വേജ് മാറും, നമ്മുടെ വേഷം മാറും, അല്ലെ? നമ്മുടെ പോസ്റ്റർ, നമ്മുടെ വേ വി ഡ്രസ്, എവറിത്തിങ് ചേഞ്ചസ്. അതേപോലെ തന്നെ ഏതൊരു സെല്ലും depending on the function it does, its shape and size and everything kind of evolutionarily has changed. So what is the function of a neuron? The function of a neuron is to transmit messages between different places. So obviously it's adinte oru structure also will be suited to this particular purpose. appo mothathil idu enganeyundu, mothathil enganeyanu parnja freak payyamare pole തലമുടിയൊക്കെ ഇങ്ങനെ മുകളിലേക്ക് പറത്തി വെച്ചിട്ട് താഴെ ബെൽ ബോട്ടം പ്ലാന്റ് ഇട്ടിരിക്കുന്ന ഫ്രീക്ക് പയ്യന്മാരെ പോലെയാണ് സാധാരണ നെർവിന്റെ സെൽ ഉണ്ടാവുക. ഓക്കെ, സോ ഇതിന് വാട്ട് ഡു വി സേ? ഇതാണ് സെൽ ബോഡി. ഈ സെൽ ബോഡിയിൽ ന്യൂക്ലിയസ് ഉണ്ട്, വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള സെൽ ബോഡി ന്യൂക്ലിയസ് ഉണ്ട്. ആൻഡ് ദേർ ആർ സൈറ്റോപ്ലാസ്മിക് എക്സ്റ്റൻഷൻസ് വിച്ച് ആർ ദേർ. സൈറ്റോപ്ലാസം തന്നെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് പ്രൊജക്ഷൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ കുട്ടി കുട്ടി സൈറ്റോപ്ലാസ്മിക് എക്സ്റ്റൻഷൻസിനെ വി സേ ദാറ്റ് ടു ബി dendrons. What are they? Dendrons. Dendrons terminate into branches known as dendrites. They are branches known as dendrites. Okay, cytoplasmic extensions are known as dendrons, which have branches known as dendrites. And the largest extension is known as axon.
The largest extension is known as axon. Now, axon is covered by a sheath which is known as myelin sheath. Axon protect ചെയ്യുന്ന ഒരാളുണ്ട്, myelin sheath. അത്രയും പഠിച്ചാൽ മതി. ഇത് വേണ്ട, ഇത് Schwann cells ഒന്നും വേണ്ട, nodes of Renwier ഒന്നും വേണ്ട. Myelin sheath. മനസ്സിലായോ? Largest extension is known as axon. It is covered by myelin sheath. Now, the axon is going to terminate in axonite. Axonite വന്നിട്ട് terminate ചെയ്യും. ഇത്രയും ഓക്കെ ആണോ? ഇത്രയും മനസ്സിലായോ? സോ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? See, it has a very prominent nucleus. Then what does it have? It has cell body. It has cell body. All right, this has cell body. അതുപോലെ തന്നെ ഇതിനകത്ത് cytoplasm ഉണ്ട്. But the cytoplasm, what does it have? It has cytoplasmic extensions. കുറെ extensions ഉണ്ടാവും. And this is known as a dendron. And the branches are known as what? Dendrite. Branches are known as dendrite. And the largest extension ന്റെ പേരെന്താ? Largest extension ന്റെ പേര് is axon. Okay, so a axon is going to be covered by myelin sheath. Axon is going to be covered by what? Myelin sheath. Now the axons are going to branch. Axons are going to branch and they are going to be terminating in axonite. ഇതെന്താണ്? ആക്സോണൈറ്റ്. ആക്സോണൈറ്റിൽ ടെർമിനേറ്റ് ചെയ്യും. ഇത്രയും മനസ്സിലായോ? Alright, we'll see the notes again. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞേ? നോക്കട്ടെ കുട്ടികളെ. ന്യൂറോണില് സെൽ ബോഡി ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, ഡെൻഡ്രോൺസ്. ഡെൻഡ്രോൺസ് ആർ short processes, short extensions which are arising from the cell body. They are going to split into dendrites. Axon എന്ന് പറയുന്നത് എന്താ? സിംഗിൾ ലോങ് പ്രോസസ് ആണ്. ഇത് അറ്റത്ത് വരുമ്പോഴത്തേക്കും ബ്രാഞ്ചസ് ടെർമിനലി ബ്രാഞ്ച് ചെയ്യും. അറ്റത്ത്, ടെർമിനലി മീൻസ് അറ്റത്ത് പോയിട്ട് ബ്രാഞ്ച് ചെയ്യും. ആ ബ്രാഞ്ചസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സോണൈറ്റ്. ഓക്കെ, ആക്സോണൈറ്റ് എന്ന് നമ്മൾ വിളിക്കും. നെർവ് സെൽ എന്ന് പറയുന്നത് 1 മീറ്റർ വരെ ലെങ്ത് ഉണ്ടാവും. 1 മീറ്റർ വരെ ഒരു സെല്ലിന് ലെങ്ത് ഉണ്ടാവും. നെർവ് ഫൈബേഴ്സ് ആർ ബൗണ്ടഡ് ബൈ എ കണക്റ്റീവ് ടിഷ്യൂ. അപ്പൊ കുറേ നെർവ് സെൽസ്, നെർവ് ഫൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നെർവ് സെൽസ് ഉണ്ട്, കുറേ നെർവ് ഫൈബേഴ്സിനെ ഒന്നിച്ചൊരു കണക്റ്റീവ് ടിഷ്യൂ. അപ്പൊ ഇങ്ങനെ കുറേ ആക്സോൺ, ഇത് ഒരെണ്ണത്തിന്റെ ആക്സോൺ ആണ്. എന്നിട്ട് ഇവിടെ കുറെ എക്സ്റ്റൻഷൻസ് ഉണ്ട്. ഇത് അടുത്തതിന്റെ ആക്സോൺ ആണ്. ഇവിടെ കുറെ എക്സ്റ്റൻഷൻസ് ഉണ്ട്. ഇവിടെ അടുത്തതിന്റെ ആക്സോൺ ആണ്. ഇതിനെ ഒരു കണക്റ്റീവ് ടിഷ്യൂ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ടാവും. ഓൾറൈറ്റ്. അപ്പൊ ഇതിനെ എല്ലാത്തിനെയും ചേർത്തിട്ടാണ് നമ്മൾ എന്താന്ന് പറയാ? നെർവസ് ടിഷ്യൂ, നെർവ് എന്ന് നമ്മൾ പറയാം. So a lot of nerve fibers are bound by a connective tissue. This is known as a nerve. ഇത്രയും മനസ്സിലായോ? നെർവ് ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ മെസ്സേജ് ഉണ്ടല്ലോ, അത് കുഞ്ഞ് ഇലക്ട്രിക് പൾസ് ആയിട്ടാണ് പോവുക. നെർവ്സ് എങ്ങനെയാണ് മെസ്സേജ് പാസ് ചെയ്യുന്നത്? ഇലക്ട്രിക് പൾസ് ആയിട്ട്, കുട്ടി ഇലക്ട്രിക് പൾസ് ആയിട്ട്. സോ ദർ ഇസ് ലോട്ട് ഓഫ് ഇലക്ട്രിസിറ്റി വിച്ച് ഇസ് ഗോയിങ് ടു ആൻഡ് ഫ്രോ ഇൻസൈഡ് അവർ ബോഡി. നെർവ് ഇമ്പൾസ് ആണ് നമുക്ക് മസിൽസിനെ, തല പറയും എടാ കൈ മാറ്റ്. ഓക്കെ, ഞാൻ ഡാനിന്റെ അടുത്ത് ഡാൻ എന്ന് വിളിക്കുമ്പോ ഡാൻ എന്ത് ചെയ്യും? കേൾക്കുന്നു മാത്രല്ല അൺമ്യൂട്ട് ചെയ്യും. See how many things are happening. Dad is listening to me. He is getting sound as stimulus and he is listening through his ears, and ears are special nerves in there. These nerves are going to pass to his message to his brain, and the brain is going to say the teacher is calling, move your hands, take your fingers, unmute, and then respond in the brain parayum. Lot of things are happening. Okay, so nerve muscle combination എന്ന് പറയുന്നതാണ് റെസ്പോൺസ് ടു സ്റ്റിമുലൈന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം എന്ന് പറയും. ഓക്കെ ആണോ കുട്ടികളെ? In cell nerve,